Hello dear students, welcome back to Rethink with PBH. നമ്മുടെ സീരീസ് ബിയോണ്ട് ദ ലെക്ചേഴ്സ് ക്ലാസ് 11-12 പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് തിയറി പഠിച്ചതിന് ശേഷം അവർക്ക് ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആവാനും എല്ലാതരം എക്സാമുകളെയും അപ്രോച്ച് ചെയ്യാനും ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് ശീലിക്കാനും ഒക്കെയാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിലെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ വെക്ടർ പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വീഡിയോ കാർഡ് ഓൾറെഡി നമ്മൾ ചെയ്തിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടാണിത്. ആ വീഡിയോ കാർഡിൽ ഡിസ്കസ് ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടിയ ചോദ്യങ്ങളായിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൽ സെപ്പറേറ്റ് ആയിട്ട് പരീക്ഷ നടത്തിയിരുന്നു എയിംസിലേക്ക് പണ്ട്. ആ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അടുത്തത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അവിടെ അടിപൊളിയായിട്ടുള്ളൊരു കോളേജാണത്. അതിലേക്ക് മെഡിക്കൽ പ്രവേശനത്തിന് പ്രത്യേകം പരീക്ഷ നടത്തിയിരുന്നു. അന്ന് അതിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഇതിലെ നീറ്റിലൂടെ ഉള്ളത്. അപ്പൊ ഇത്തരം വെക്ടേഴ്സിന്റെ ബേസ് ഉറപ്പിക്കുന്ന മികച്ച ചോദ്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ മുഴുവനുള്ളത്. അപ്പൊ എല്ലാവരും പൂച്ചക്കുട്ടികളൊന്നും ഇരിക്കുന്ന പോലെ ഇരിക്കാണ്ട് വീടിന്റെ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് പഠിക്കാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് വീഡിയോ ഇങ്ങനെ വെറുതെ കണ്ടുപോകരുത്. അവർ അക്കാദമിക് ഗൗരവത്തോടെ വീഡിയോ കാണണമെന്നും നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്യണമെന്നും നിങ്ങളുടെ പ്രതികരണങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കണമെന്നും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, എയും ബിയും. അവര് മൂന്നാമതൊരു വെക്ടർ സി ഉണ്ട് എങ്കിൽ എയും 3ബിയും കൂട്ടിയിട്ട് അതിന് സി കുറച്ചാൽ 0 കിട്ടണമെങ്കിൽ സി ആരാന്നാണ് ചോദ്യം. നോക്കൂ, എയും 3ബിയും കൂട്ടിയാൽ എന്താ കിട്ടും? അതിന് അത് ആദ്യം കണ്ടുപിടിക്കണം. എയും 3ബിയും കൂട്ടണം, എന്നിട്ട് അതിന് സി കുറച്ചാൽ 0 കിട്ടണം. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം 3ബി ആരാന്ന് കണ്ടുപിടിക്കാം. ആരാ 3ബി? ബി 3i ആണ്. അപ്പൊ 3ബി ആരാ? 9i. പിന്നെ 3 × 5 വരും, അപ്പൊ 15j വരും. മൈനസ് 3 × 2 6k വരും. ഇതാണ് 3ബി, ഇതാണ് നമ്മുടെ എ. അപ്പൊ എനോട് 3ബി കൂട്ടിയാ എന്താ കിട്ടുമെന്ന് എഴുതി വെക്കാം നമുക്ക്. 3iയും 9iയും 12i, ജെയും 15jയും 16j, 3kയും മൈനസ് 6kയും മൈനസ് 3k. അതായത് ഇതും ഇതും കൂട്ടി ഇതും കൂട്ടി ഇതും കൂട്ടി. സിമ്പിൾ. 12i മൈനസ് 16j മൈനസ് 3k. ഇതാണ് നമ്മുടെ എ പ്ലസ് ബി. ഓ, ഇനി ഈ എ പ്ലസ് ബിന്ന് ഒരു സി കുറക്കണം. ആ സി കുറച്ചാൽ 0 കിട്ടണം. ഇതാ എ പ്ലസ് ബിന്ന് ഈ സി കുറക്കണം. ഇപ്പൊ സി ആരായിരിക്കണം 0 കിട്ടണമെങ്കിൽ? ഈ എന്ത് സിമ്പിൾ ആലേ, സി 12i ആയിരിക്കണം. ആയേ പറ്റൂ, എന്നാലേ 0 കിട്ടൂ. 0i ക്യാപ്പ് കിട്ടൂ. ഇത് 16j തന്നെ ആയിരിക്കണം, എന്നാലേ 0j ക്യാപ്പ് കിട്ടൂ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത് മൈനസ് 3k തന്നെ ആയിരിക്കണം, എന്നാലേ -3 പോയിട്ട് 0k ക്യാപ്പ് കിട്ടൂ. അപ്പൊ ഇവനാണ് നമ്മുടെ ആ വെക്ടർ അല്ലേ, ഇവനാണ് അവൻ. അതാണ് ആൻസർ. 12i ഓപ്ഷൻ എ അല്ല, 12i പ്ലസ് 16j മൈനസ് 3k. ചില മാത്തമാറ്റിക്കൽ ബേസ് കുറവുള്ള കുട്ടികളൊന്ന് ചോദിക്കാറുണ്ട്, സർ -3 പ്ലസ് 6 കിട്ടൂലേ ചോദിക്കും. ഞാൻ അങ്ങനെയല്ല മക്കളെ, ഈ വെക്ടർ എ പ്ലസ് ബിന്ന് ഈ വെക്ടർ കുറക്കുവാണ്. അപ്പൊ -3 മൈനസ് -3 വരിക. അപ്പൊ -3 പ്ലസ് 3 വരിക. അപ്പൊ തെറ്റിപ്പോ, -3 പ്ലസ് 3 0 ആയാ. കൊള്ളാല്ലേ, നല്ല ചോദ്യം, നല്ല അടിപൊളി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. AMUന്റെ മെഡിക്കൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. രണ്ട് വെക്ടേഴ്സ് എയും ബിയും സച്ച് ദാറ്റ് എ പ്ലസ് ബി ഈക്വൽ ടു എ ഈക്വൽ ടു ബി. ഓ, രണ്ടാളെ കൂട്ടി, അപ്പൊ ആൻസർ എ തന്നെ കിട്ടുന്നു. എയും ബിയും ആണെങ്കിൽ ഈക്വൽ ആണ്. അപ്പൊ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണ്, അവരെ കൂട്ടിയാൽ ആ വെക്ടറിനെ കിട്ടുന്നു. ആ ആംഗിൾ ഏതാ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് 120 ആണെന്ന്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നോക്കുക. ഈക്വൽ വെക്ടേഴ്സിന്റെ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എന്താ? 2a cos θ/2. ഇത് പഠിക്കണം കേട്ടോ. ക്ലാസ്സിൽ തിയറി എടുത്തപ്പോൾ ഇത് എടുക്കാത്തതാണെങ്കിൽ ഇതിന്റെ വീഡിയോ വേണമെങ്കിൽ പറയണം കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് ചെയ്തിടാം. 2a cos θ/2. മക്കളെ, 2 × a × cos θ/2 ചെയ്താൽ a തന്നെ കിട്ടുന്നു. അതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയണത്. എ പ്ലസ് ബി ആഡ് ചെയ്തിട്ട് എ തന്നെ കിട്ടുന്നു. അപ്പൊ എ വെട്ടിപ്പോയി. കോസ് θ/2 1/2 കിട്ടുന്നു. അപ്പൊ θ/2 ആരാ? 60. കോസിന് 60 ആകുമ്പോഴാണ് 1/2 കിട്ടുക. θ/2 60 കിട്ടിയ തീറ്റ ആരാ? 120. കൊള്ളാലേ. അതാണ് ഞാൻ നേരിട്ട് പറഞ്ഞത് തീറ്റ 120 ആണെന്ന്. കാരണം നമുക്കിത് അറിയാം, മുമ്പേ ചെയ്ത ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ട് വെക്ടർ ആഡ് ചെയ്തിട്ട് ആ വെക്ടർ തന്നെ കിട്ടുവാണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിള് 120 ആയിരിക്കും. പക്ഷെ ഇവിടെ കാണാൻ പറഞ്ഞത് ഇനി എ മൈനസ് ബിനെ കാണാനാണ്. എ മൈനസ് ബിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? രണ്ട് വെക്ടറുകൾ ഈക്വൽ ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് 2a sin θ/2.
ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos θ ഉപയോഗിച്ചാണ് കേട്ടോ, സബ്ട്രാക്ഷന്റെ ഇക്വേഷൻ ഉപയോഗിച്ചാണ്. പക്ഷെ സബ്ട്രാക്ഷന്റെ ഇക്വേഷൻ കൂടെ ഉപയോഗിക്കാതെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ കാരണം ഇവർ ഈക്വൽസ് ആണ്, എയും ബിയും ഈക്വലാ. അപ്പൊ നമുക്ക് 2a cos θ ആരാ 120/2. ഓ അങ്ങനെ 120 കിട്ടിയേ. 120 കിട്ടാൻ കാരണം ഓൾറെഡി ആ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള കളി മുമ്പേ തന്നിട്ടുണ്ടല്ലോ, ആ കളി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതിവിടെ കൊടുത്താൽ മതി. 2a × cos 120/2 ആരാ cos 60. 2a × cos 60 എത്രയാ √3/2. നോ അതെങ്ങനെ കോസ് ആയത്? മണ്ടത്തരം. സൈൻ അല്ലേ, സബ്ട്രാക്ഷന്റെ ഇക്വേഷനിൽ സൈൻ അല്ലേ. അപ്പൊ sin 60 ആരാ √3/2. 2 വെട്ടിപ്പോയി. ആൻസർ ഈസ് √3a. കൊള്ളാലോ, ആൻസർ ഈസ് √3a. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. അപ്പൊ a + b a ആണെന്ന് തന്നത് തീറ്റ കിട്ടാനാ, തീറ്റ കിട്ടി. എന്നിട്ട് a - b ചോദിക്കുവാണ്. അപ്പൊ a - bന്റെ ഇക്വേഷനിൽ കൊടുത്താൽ നേരെ ആൻസർ കിട്ടും √3a. നല്ല ചോദ്യമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. റിസൾട്ടന്റ് ഓഫ് 2 ഫോഴ്സസ്, രണ്ട് ഫോഴ്സ് ഉണ്ട് എൻ്റെ അടുത്ത്. ഓക്കെ, ഇതാണ് ആ രണ്ട് ഫോഴ്സ് എന്ന് വിചാരിച്ചോ. അവർ തമ്മിലുള്ള ആംഗിൾ 120 ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത് കേട്ടോ, ക്വസ്റ്റ്യൻ അങ്ങനെ തന്നിട്ടുണ്ട്. അത് 10 കിലോഗ്രാം വെയിറ്റ് ആണ്. മാത്രമല്ല അത് പെർപെൻഡിക്കുലർ ടു വൺ ഓഫ് ദ ഫോഴ്സ്. റിസൾട്ടന്റ് വൺ ഓഫ് ദ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആ. F1 F2 ആരാ വൺ ഓഫ് ദ ഫോഴ്സ്? F1 ആ. ആ F1ന് പെർപെൻഡിക്കുലർ ആണ് 10 ആണ് റിസൾട്ടന്റ്. പാരലോഗ്രാം ഉണ്ടാക്കി. ഈ ഒരു സ്പേഷ്യൽ സ്കില്ലൊക്കെ അങ്ങ് പതുക്കെ ഡെവലപ്പ് ആയില്ലേ. ഇപ്പോൾ നമ്മളെല്ലാ എത്ര ക്വസ്റ്റ്യൻസിൽ ആ ഫിഗർ വരച്ചാല് ഇവർക്ക് അറിയേണ്ടത് എന്താ? ഈ F1 എന്താന്ന് അവർക്ക് അറിയേണ്ടത്. എടോ ഇത് മൊത്തം മക്കളെ 120 അല്ലേ, അത് മൊത്തം 120 ആണെങ്കിൽ ഇത് 90യും ഇത് 30യും അല്ലേ. ഓക്കെ, ആ 30 വെച്ചിട്ട് F1 കണ്ടുപിടിക്കുക. കാരണം ഇത് F1 ആ, ഇത് F1 ആണെങ്കിൽ ഇത് F1 ആ, പാരലോഗ്രാമിന്റെ പാരലൽ സൈഡ്. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 10. മറന്നില്ലല്ലോ, 10 റിസൾട്ടന്റ് 10 കിലോഗ്രാം വെയിറ്റ്. കിലോഗ്രാം വെയിറ്റ് പറഞ്ഞാൽ പേടിക്കണ്ട, അത് ഒരു യൂണിറ്റ് ആണ്, ഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ആണ്. ലോസ് ഓഫ് മോഷനിലൊക്കെ പഠിച്ചാലോ. അപ്പൊ ഞാൻ tan 30 കണ്ടുപിടിക്കട്ടെ ആ ട്രയാങ്കിളിൽ. ഏതാ ട്രയാങ്കിൾ? ദിസ് ട്രയാങ്കിൾ. പേരൊന്നും കൊടുത്തില്ല. ട്രയാങ്കിളിൽ tan 30 പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് F1, അഡ്ജസന്റോ 10. ഇതാ മക്കളെ F1/10. നമുക്ക് ആരാ വേണ്ടത്? F1. ആ ഫോഴ്സ് ആണോ ചോദിച്ചത്? വൺ ഓഫ് ദ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആണ് ആ ഫോഴ്സ്, ദാറ്റ് ഫോഴ്സ്. F2 വേണ്ട, ആർക്കാണോ പെർപെൻഡിക്കുലർ ആ ഫോഴ്സ് ആ കാണേണ്ടത്. അപ്പൊ F1 = 10 tan 30. ആൻസർ 10 × ആരാടോ tan 30 മക്കളെ? tan 30 എൻ്റെ ഓർമ്മയിൽ 1/√3 ആണ്. വേണേ ചെയ്ത് നോക്കാം. sin 30/cos 30. sin 30 എല്ലാവർക്കും അറിയാം 1/2. cos 30 √3/2. വെട്ടി 1/√3. ഓക്കെ 10/√3 ആണ്. 10/√3 ആണ്. കൊള്ളാലോ. ഡയറക്റ്റ് അല്ല, ഈ ഒരു കാര്യം അറിയാമെങ്കിലാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ അല്ലേടാ, നല്ല അടിപൊളി ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഓരോ ജെയിന്റെ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് വെക്ടർ എയും ബിയും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് a + b = n ടൈം മാഗ്നിറ്റ്യൂഡ് ഓഫ് a - b. ദ ആംഗിൾ ബിറ്റ്വീൻ a and b ഈസ്. ഇത് റൂട്ട് തെറ്റി ചെയ്താൽ എങ്ങനെയാ ചെയ്യാന്നറിയോ? ഇപ്പൊ ഒരാൾ പറയാണ്, സാർ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞിരുന്നില്ലേ സാർ? അപ്പൊ ഞാൻ പറഞ്ഞു അതെ. ഏതായിരുന്നു ഷോർട്ട് കട്ട്? അപ്പൊ എനിക്ക് ഓർമ്മ വരും. ഏതാണ്? എയും ബിയും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ a + b ഒരു ഇക്വേഷൻ ഉണ്ട്. 2a cos θ/2. a - b കോ 2a sin θ/2. ഇതിവിടെ കൊടുത്തിട്ട് കാര്യമില്ല, കാരണം ഇവിടെ സൈനും ഉണ്ട് കോസും ഉണ്ട്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് a + b = n ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് a - b. ഈ എഴുതി ശരിയാണ്, കാരണം ഇത് രണ്ട് വെക്ടറുകൾ ഈക്വൽ ആവുമ്പോഴുള്ള അഡിഷന്റെ ഇക്വേഷൻ ആണ്. ഇത് രണ്ട് വെക്ടറുകൾ ഈക്വൽ ആവുമ്പോഴുള്ള സബ്ട്രാക്ഷന്റെ ഇക്വേഷൻ ആണ്. സബ്ട്രാക്ഷന്റെ n ടൈംസ് ആണ് അഡിഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. പക്ഷെ ഇതുകൊണ്ട് ഇവിടെ കാര്യമില്ല. 2a വെട്ടി പോയിട്ട് അന്നോട്ട് ഇങ്ങനെ ഇരിക്കാം, കാരണം ഇതിൽ കോസും ഉണ്ട് സൈനും ഉണ്ട്. അത് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ കോസിന് മാത്രം ആൻസർ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ സൈനിന് മാത്രം ആൻസർ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകണം, എല്ലാവരും ശ്രദ്ധിച്ചോ. എന്താ? രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് കാണാനുള്ള ജനറൽ ഇക്വേഷൻ. രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് കാണാനുള്ള ജനറൽ ഇക്വേഷൻ എന്താ? √a² + b² + 2ab cos θ. ഇതാണ് റിസൾട്ടന്റിന്റെ ഇക്വേഷൻ. = n ടൈംസ് √a² + b² - 2ab cos θ. ഇതിന് ഉണ്ടാക്കിയെടുത്ത ഇക്വേഷൻ ആണ് 2a sin θ/2.
അത് കൊടുത്തില്ല, പകരം ആ ഫണ്ടമെന്റൽ ഇക്വേഷൻ കൊടുത്തു. കാരണം എനിക്ക് കോസിലാണ് ആൻസർ വേണ്ടത്, അല്ലെങ്കിൽ സൈനിലാണ് വേണ്ടത്. രണ്ടും ഒന്നാവണം അപ്പുറം ഇപ്പുറം ഉള്ളത്, എന്നാലേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. മാത്രമല്ല എയും ബിയും ഈക്വലാ, എയും ബിയും ഈക്വൽ മാഗ്നിറ്റ്യൂഡാ. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2a സ്ക്വയർ വരും. 2ab എന്ന് പറഞ്ഞാൽ 2a സ്ക്വയർ വരും, കോസ് തീറ്റ വരും. അപ്പുറത്ത് n റൂട്ടിനുള്ളിലോ 2a സ്ക്വയർ വരും, മൈനസ് 2a സ്ക്വയർ വരും, കോസ് തീറ്റ വരും. രണ്ട് സൈഡിലും സ്ക്വയർ എടുത്തേ, സ്ക്വയറിംഗ് ബോത്ത് സൈഡ്, സ്ക്വയറിംഗ് ബോത്ത് സൈഡ് എന്താ കിട്ടാ? റൂട്ട് പോവും. അപ്പൊ 2a സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ കോസ് തീറ്റ ഈക്വൽ ടു n സ്ക്വയർ ഇൻറ്റു 2a സ്ക്വയർ മൈനസ് 2a സ്ക്വയർ കോസ് തീറ്റ കിട്ടും. ഉള്ളാലോ? എന്തെങ്കിലും വെട്ടിപ്പോവോ? ഒന്നും വെട്ടിപ്പോവില്ല. നല്ലോണം ശ്രദ്ധിച്ചു വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. 2a സ്ക്വയർ കോമൺ ആയി പുറത്തെടുത്ത് 2a സ്ക്വയർ കോമൺ ആയി പുറത്തെടുത്ത് വെട്ടിക്കളയാം, അതൊക്കെയാണ്. അപ്പൊ ഇവിടെ ബാക്കി ഉണ്ടാവും എന്താ? 1 പ്ലസ് കോസ് തീറ്റ ഉണ്ടാവുള്ളൂ. 2a സ്ക്വയർ പോയല്ലോ. അപ്പുറത്ത് എന്താ ബാക്കി ഉണ്ടാവുക? n സ്ക്വയർ ഇൻറ്റു 1 ആയിരിക്കും. 2a സ്ക്വയർ പുറത്ത് വന്ന് വെട്ടിപ്പോയല്ലോ. 2a സ്ക്വയർ പോയിട്ട് ബാക്കി അവിടെ ആരാ? കോസ് തീറ്റയാണ് ഉണ്ടാവുക. എന്താ അവർക്ക് അറിയേണ്ടത്? കോസാ വേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് 1 പ്ലസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു n സ്ക്വയർ ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പൊ n സ്ക്വയർ മൈനസ് n സ്ക്വയർ കോസ് തീറ്റ കിട്ടും. അങ്ങനെയാണെങ്കിൽ n സ്ക്വയർ കോസ് തീറ്റനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ കോസ് തീറ്റ പ്ലസ് n സ്ക്വയർ കോസ് തീറ്റ കിട്ടും. 1 അപ്പുറത്ത് വന്നാ എന്താ കിട്ടുക? 1 അപ്പുറത്ത് വന്നാ n സ്ക്വയർ അവിടെ ഉണ്ടല്ലോ, n സ്ക്വയർ മൈനസ് 1 കിട്ടും. ഈ രണ്ട് ടേമിലും കോസ് തീറ്റ കോമൺ ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുണ്ട്, ഇനി കാണുന്നു വിചാരിക്കുന്നു. ഇതിലുണ്ട് കോസ് തീറ്റ, ഇതിലുണ്ട് കോസ് തീറ്റ. അപ്പൊ കോസ് തീറ്റ ഇങ്ങ് പുറത്തെടുത്താല് 1 ആണ് ഫസ്റ്റത്തെ ടൈമിൽ ബാക്കി ഉണ്ടാവുള്ളൂ, കോസ് തീറ്റ പോയാ. ഇവിടെ കോസ് തീറ്റ പോയാൽ എന്താ ബാക്കി ഉണ്ടാവുക? അവിടെ കോസ് തീറ്റ പോയാൽ n സ്ക്വയർ ആണ് ബാക്കി ഉണ്ടാവുക. മൂളാമോ? ദാറ്റ് ഇസ് ഈക്വൽ ടു n സ്ക്വയർ മൈനസ് 1. ഇപ്പൊ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കോസ് തീറ്റ എന്ന് പറയുന്നത് n സ്ക്വയർ മൈനസ് 1 അവിടെ ഉണ്ട്, 1 പ്ലസ് n സ്ക്വയർ അങ്ങോട്ട് ചെന്നു. കോസ് തീറ്റ n സ്ക്വയർ മൈനസ് 1 ബൈ 1 പ്ലസ് n സ്ക്വയർ ആണെങ്കിൽ തീറ്റ ആരാ? കോസ് ഇൻവേഴ്സ് n സ്ക്വയർ മൈനസ് 1 ബൈ n സ്ക്വയർ പ്ലസ് 1. ഓപ്ഷൻ n സ്ക്വയർ മൈനസ് 1 ബൈ n സ്ക്വയർ പ്ലസ് 1. ഓപ്ഷൻ ബി കോസ് ഇൻവേഴ്സ് n സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് n സ്ക്വയർ. ഒന്നുമില്ല, ഈ കോസിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ കോസ് ഇൻവേഴ്സ് എന്നാണ് വായിക്കുക. അതിന്റെ ഏകദേശം ഐഡിയ നിങ്ങൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിക്കും. ഇപ്പം പ്ലസ് 1 നിങ്ങൾ പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടാവില്ല, അത് കാര്യമാക്കണ്ട. കോസ് തീറ്റ ഈക്വൽ ടു സംതിങ് കിട്ടിയ തീറ്റ കോസ് ഇൻവേഴ്സ് സംതിങ്. അപ്പൊ ഈ കോസ് അപ്പുറത്ത് കൊണ്ടുപോയാൽ കോസ് ഇൻവേഴ്സ് എന്ന് വായിക്കും. കോസ് റൈസ് ടു മൈനസ് 1 എന്നാണ് എഴുതുക. കുറെ ചെയ്തിട്ട് കിട്ടിയ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നേരെ ഇക്വേഷൻ കൊടുക്കുവാണ്. പക്ഷെ ഷോർട്ട് കട്ട് കൊടുത്താൽ നടക്കൂല. ഷോർട്ട് കട്ട് കൊടുത്ത് പിന്നെ നടക്കൂല എന്നല്ല, പണി കൂടും. സൈൻ തീറ്റനൊക്കെ പിന്നെ മാറ്റണം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ പിന്നെ റൂട്ട് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ അങ്ങനെ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻ എന്താ വളരെ ബ്യൂട്ടിഫുൾ ആയി നമ്മൾ വേറെ നമ്മുടെ ഫണ്ടമെന്റൽ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഇക്വേഷൻ ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. അറ്റ് വാട്ട് ആംഗിൾ മസ്റ്റ് ദ ടു ഫോഴ്സസ് എക്സ് പ്ലസ് വൈ ആൻഡ് എക്സ് മൈനസ് വൈ ആക്ട് സോ ദാറ്റ് ദ റിസൾട്ടന്റ് മേ ബി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ? ഓ, എ ബിന്നൊക്കെ തരുന്നതിന് പകരം ഒരു ഫോഴ്സ് എക്സ് പ്ലസ് വൈ, ഒരു ഫോഴ്സ് എക്സ് മൈനസ് വൈ, F1 F2 അത് എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ അലമ്പാക്കിയ തന്നെ. റിസൾട്ടന്റ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെന്ന് തോന്നുന്നു. കൊള്ളാലോ. എന്താ റിസൾട്ടന്റ് ഇക്വേഷൻ? ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അല്ല ആർ സ്ക്വയർ, ആറ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറാ. അപ്പൊ ആർ സ്ക്വയറോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആരാ? എ സ്ക്വയർ. അത് എക്സ് പ്ലസ് വൈന്റെ സ്ക്വയർ ആണ്, എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ. ആരാ? ബി സ്ക്വയർ. അത് എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ആണ്. പ്ലസ് ആരാ? 2ab കോസ് തീറ്റ, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇൻറ്റു കോസ് തീറ്റ. അല്ലമ്പ്. യെസ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു പറ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഫോമിലല്ലേ ഇത്? എന്താ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy, സോറി പ്ലസ് 2xy. എ പ്ലസ് ബി ആണല്ലോ. ഇനി പ്ലസ് എ മൈനസ് ബിയോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy പ്ലസ് ഈ ടേം തന്നെ വരും. എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അല്ല, അല്ലെങ്കിൽ എഴുതാ പ്ലസ് ആ ടേം തന്നെ വരും. ആ ടേം ഏതാ? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇൻറ്റു കോസ് തീറ്റ.
ദൈവം സഹായിച്ച് എക്സ് സ്ക്വയർ അപ്പുറം അപ്പുറം ഉണ്ട്, വൈ സ്ക്വയർ അപ്പുറം അപ്പുറം ഉണ്ട്. -2xyയും +2xyയും വെട്ടിപ്പോയി. ഇനി ആ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അവിടെ ഉണ്ട് അല്ലേ, ഒരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബാക്കിയുണ്ട്. ആ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് ഇപ്പുറത്ത് എടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യേ, ആ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് ഇപ്പുറത്ത് എടുക്കുമ്പോൾ -x² + y² ബ്രാക്കറ്റ് ഇടാൻ മറക്കണ്ട. -x² + y². അപ്പുറത്തോ 2 × a + b × a - b. x + y × x - y എന്താ, a² x² - b² അല്ലേ, a + b × a - b, a² - b². അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ടോ മക്കളെ ഇൻറ്റു കോസ് തീറ്റ. കൊള്ളാലോ. അപ്പൊ കോസ് തീറ്റ ആരാ, -x² + y² ഡിവൈഡഡ് ബൈ 2 × x² - y². ഇതാണ് കോസ് തീറ്റ. അപ്പൊ കോസ് ഇൻവേഴ്സ് അല്ലെ, തീറ്റ ആവുമ്പോ കോസ് ഇൻവേഴ്സ് ആരാ, -x² + y² ഡിവൈഡഡ് ബൈ 2 × x² - y². 2 × x² - y². എന്താ കിട്ടിയേ, കോസ് ഇൻവേഴ്സ് -x² + y² ഡിവൈഡഡ് ബൈ 2 × x² - y². ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. നല്ല ചോദ്യം അല്ലേ. ആകെ എക്സും വൈയും കൊണ്ട് ദേഷ്യം പിടിക്കും, പക്ഷെ കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. കാണില്ലേ നിങ്ങൾക്ക്, കോസ് ഇൻവേഴ്സ് x² + y², കോസ് ഇൻവേഴ്സ് -x² + y² ബൈ 2 × x² - y². അടിപൊളി. നല്ല ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. നേരത്തെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോ കാർഡിലെ. ഇത് എ വെക്റ്റർ എ ഈസ് റൊട്ടേറ്റഡ് ബൈ സ്മോൾ ആംഗിൾ δθ റേഡിയൻ, δθ ഈസ് വെരി ലെസ് ദാൻ 1. അതായത് ഒരു വെക്ടർ എടുത്ത് δθ റൊട്ടേറ്റ് ചെയ്തു, δθ പറ്റനെ ചെറുതാണ്. ടു ഗെറ്റ് എ ന്യൂ വെക്ടർ. ഉറപ്പ്, ഈ വെക്ടറിനെ തിരിച്ചാൽ പുതിയ വെക്ടർ ആവും, ഡയറക്ഷൻ മാറി. പക്ഷെ ഡയറക്ഷനെ മാറിയിട്ടുള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാറിയിട്ടില്ല. ഇപ്പൊ ഇത് വെക്ടർ എ ആണെങ്കിൽ അയാളെ തിരിച്ച് വെക്ടർ ബി ഉണ്ടാക്കി എന്ന് വിചാരിച്ചോ, ഇവരുടെ രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിമാ. ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി. ഇവർ ഈക്വൽ അല്ല. പിന്നെയോ ഇവരുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വലാ, ഡയറക്ഷൻ ഡിഫറൻറ്റാ. അപ്പൊ എയും ബിയും കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എ തിരിച്ചാണ് ബി ഉണ്ടാക്കിയത്. എത്ര തിരിച്ചത്, δθ ആണ് തിരിച്ചത്. ഇവർക്ക് അറിയേണ്ടത് b - a എന്താണെന്നാണ്. ഒരു കാര്യം പറയാം, എന്റെ മാഗ്നിറ്റ്യൂഡും ബിന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വലാ, അല്ലെങ്കിൽ സിംപ്ലി a = b എന്ന് പറയാം. a = b എന്ന് പറഞ്ഞാൽ വെക്ടർ എയും വെക്ടർ ബിയും ഈക്വൽ എന്നല്ല, വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡും വെക്ടർ ബിന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വലാ. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ റിസൾട്ടന്റ് ഇക്വേഷൻ എന്താ, 2a sin θ/2. 2a sin θ/2 പറയുമ്പോൾ 2 × a ആരാ, എ എന്ന് കൊടുത്താൽ മതി അല്ലേ, എക്കും ബിക്കും എന്ന് കൊടുത്താൽ മതി. സൈൻ എത്ര ആംഗിളാ തിരിച്ചത്, δθ/2. ഇവർക്കിടയിലുള്ള ആംഗിൾ δθ ആണ്, δθ/2. അന്ന് ഞാൻ ഈ 2a sin θ/2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചത്, അത് നിങ്ങൾക്ക് അറിയാം b - a ആണ്, അതുകൊണ്ടാ മൈനസിലാണ് ആ ഇക്വേഷൻ ഉപയോഗിക്കുക. പ്ലസിൽ cos θ/2 ആണ് വരിക. ബി പ്ലസ് എ ആണെങ്കിൽ, ഇത് b - a ആയതുകൊണ്ട് 2a sin θ/2. തീറ്റ δθ/2 ആണ്, കാരണം ഈ വെക്ടർ δθ തിരിച്ചിട്ടാണ് ഈ വെക്ടർ ഉണ്ടാക്കിയത്. അപ്പൊ അവർക്കിടയിലുള്ള ആംഗിൾ δθ ആയിരിക്കും. ഇനിയാണ് ഈ ക്വസ്റ്റ്യൻ ഏറ്റവും ക്രൂഷ്യൽ ഐഡിയ. എന്താണെന്നറിയോ, സ്മോൾ ആംഗിൾസ്, ചെറിയ ആംഗിൾസ് ആണെങ്കിൽ സൈൻ തീറ്റനെ അപ്രോക്സിമേറ്റ്ലി തീറ്റ എന്ന് എഴുതാം. കാരണം സൈൻ 0 കണ്ടില്ലേ, 0 ആണ്. അതായത് ഇതന്നെയാണ് ആൻസർ വരിക, അതായത് തീറ്റ തന്നെയാണ് ആൻസർ വരിക. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് δθ ഭയങ്കര ചെറുതാണ്, തീറ്റ സ്മോൾ ആണ് എന്നൊക്കെ പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എന്തിനാ അത് സൈൻ θ/2 വെറും δθ/2 എന്ന് എഴുതാനാണ്. കാരണം സൈൻ δθ/2 δθ/2 തന്നെയാണ് ആംഗിൾ ചെറുതാണെങ്കിൽ, ബിക്കോസ് സൈൻ 0 ആണ്, സൈൻ തീറ്റയാണ് സ്മോൾ ആംഗിൾസിന്. അപ്പൊ 2 × 2 വെട്ടി പോയിട്ട് a δθ എന്ന് ആൻസർ കിട്ടും. എന്താ ചോദ്യം? അതായത് എത്ര കോൺസെപ്റ്റ് അറിയണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇയാളെ പിടിച്ച് തിരിച്ചു, അപ്പൊ ഇയാളുടെ മാഗ്നിറ്റ്യൂഡ് മാറൂല എന്നറിയണം, ഒരു കോൺസെപ്റ്റ്. 2, ഈ വെക്ടറും കിട്ടി, മാഗ്നിറ്റ്യൂഡ് മാറാത്ത ഒരേ മാഗ്നിറ്റ്യൂഡുള്ള 2 വെക്ടേഴ്സ് ആണ് കിട്ടി. എന്നിട്ട് ഈ വെക്ടർ കുറക്കണം, അപ്പൊ കുറക്കുന്നതിന്റെ ഇക്വേഷൻ അറിയണം. രണ്ടാൾക്കാർ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൾക്കാർ കുറക്കുവാണെങ്കിൽ റിസൾട്ടന്റ് 2a sin θ/2 അതിൽ കൊടുക്കണം. അതുകൊണ്ടും കാര്യമില്ല, എന്നിട്ട് സ്റ്റക്കായി ഇങ്ങനെ നിൽക്കും. അപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞൊരു ചെറിയ കാര്യം സ്ട്രൈക്ക് ചെയ്യണം, സ്മോൾ ആംഗിൾ. ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നോക്കുക. ഓപ്ഷനിലൊന്നും സൈൻ ഇല്ല, അപ്പൊ നമ്മൾ ആലോചിക്കണം, ഓ സൈൻ ഒഴിവാക്കണം, അതിനായിരിക്കും സ്മോൾ ആംഗിൾ എന്ന് പറഞ്ഞത്. സൈൻ തീറ്റ തന്നെയാ, നേരെ കൊടുത്തു a δθ.
അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ദ സം ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടു ഫോഴ്സസ് ആക്ടിംഗ് അറ്റ് എ പോയിന്റ് 60 ന്യൂട്ടൺ ആൻഡ് ദെയർ റിസൾട്ടന്റ് 8√3 ന്യൂട്ടൺ അറ്റ് 90 ഡിഗ്രി വിത്ത് ദ ഫോഴ്സ് ഓഫ് സ്മാളർ മാഗ്നിറ്റ്യൂഡ്. ദ ടു ഫോഴ്സസ് ആർ എന്നാണ് ചോദ്യം. കൊള്ളാലോ. രണ്ട് വെക്ടറുകളുടെ അഥവാ രണ്ട് ഫോഴ്സുകളുടെ സമ്മ് 16 ന്യൂട്ടൺ ആണ്. റിസൾട്ടന്റ് 8√3 ആണ്. ആ റിസൾട്ടന്റ് 90 ഡിഗ്രി വിത്ത് ഫോഴ്സ് ഓഫ് സ്മാളർ മാഗ്നിറ്റ്യൂഡ്. കുറെ നേരമായി നമ്മൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്നു. ചെറിയ ആൾക്ക് പെർപെൻഡിക്കുലർ ആണ് റിസൾട്ടന്റ്. അപ്പൊ ആ ഫിഗർ വരക്കാനുള്ള ബോധമൊക്കെ നമുക്ക് പതുക്കെ കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെ ഫിഗർ വരക്കുക? ഇതാണ് നമ്മളെ ചെറിയ ആള്, ഇതായിരിക്കും വലിയ ആള്. ഇവർ തമ്മില് അത്ര വലുപ്പം വേണ്ട അല്ലെ, ഇവർ തമ്മില് ഇതാണ് ചെറിയ ആള്, മറ്റേ ആള് വലിയ ആള്. ഇവർ തമ്മില് റിസൾട്ടന്റ് ചെറിയ ആൾക്ക് പെർപെൻഡിക്കുലർ ആണ്. ഓ റെഡി? പാരലോഗ്രാമിലോ ഉണ്ടാക്കാം. റെഡി. ഇതാ നോക്കൂ, റിസൾട്ടന്റ് എന്നിട്ടുണ്ട് ആർ. എത്രയാ? 8√3. പിന്നെയോ സം ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓ ഇപ്പൊ ഇത് F1 ഇത് F2 വെക്ടേഴ്സും ആണെങ്കിൽ ക്വസ്റ്റ്യൻ പറയാണ് F1 + F2 മാഗ്നിറ്റ്യൂഡ് കൂട്ടിയ 16 കിട്ടും. മാഗ്നിറ്റ്യൂഡ് കൂട്ടിയ 16 കിട്ടും. റിസൾട്ടന്റ് 8√3 ആണ്. ചെറിയ ആൾക്ക് പെർപെൻഡിക്കുലറുമാണ് റിസൾട്ടന്റ്. ഇതൊക്കെയോ നടക്കുന്നുണ്ട് അല്ലേ? ചെറിയ ആൾക്ക് പെർപെൻഡിക്കുലർ. എത്ര റിസൾട്ടന്റ്? 8√3 ന്യൂട്ടൺ. 8√3 ന്യൂട്ടൺ. ഞാൻ ചോദിക്കട്ടെ, എന്താ റിസൾട്ടന്റ് കാണാനുള്ള ഇക്വേഷൻ? R = റൂട്ട് ഓഫ് അല്ലെ R² എടുത്തോ. R² റൂട്ട് ഓഫ് റൂട്ട് വേണ്ട, R² A² F1² പ്ലസ് F2² പ്ലസ് 2F1 F2 cos തീറ്റ അല്ലേ? ഇതാണ് ആറിന്റെ ഇക്വേഷൻ. ഇതാണ്. തീറ്റ ഒന്നും തന്നിട്ടില്ലല്ലോ. ഇതെങ്ങനെ ചെയ്യും ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ? F1² പ്ലസ് F2² പ്ലസ് 2F1 F2 cos തീറ്റ. പൈതഗോറസ് തിയറം ഉപയോഗിക്കാൻ വല്ല വഴിയുണ്ടോ? F1 F2 കൂട്ടിയ 16 ആണ് കിട്ടിയില്ലേ? F1 F2 കുറച്ചാൽ എന്താ കിട്ടാന്ന് പറയണ്ട. വേറെ കാര്യം വെക്കുക, ഇത് 8√3 അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ വേറൊരു പണിയുണ്ട്. പൈതഗോറസ് തിയറം ഉപയോഗിക്കാട്ടോ. ശരിയാ. കാരണം ഇത് F2 ആണെങ്കിൽ ഇത് F2 ആണ്. അപ്പൊ ഇത് F1 ഇത് F2 ഇത് 8√3. പൈതഗോറസ് തിയറം അപ്ലൈ എന്താ കിട്ടുക? F1² പ്ലസ് 8√3 ഹോൾ സ്ക്വയർ ആണ് F2². കൊള്ളാലോ. F1² പ്ലസ് 8√3 സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? F2² മൈനസ് F1². F1 അപ്പുറത്ത് പോയി. ഈക്വൽ ടു 8√3 സ്ക്വയർ എന്താ? 8 സ്ക്വയർ 64, √3 സ്ക്വയർ 3. 8 സ്ക്വയർ 64, √3 സ്ക്വയർ 3. 3 × 64 കിട്ടി. എന്താ F2² മൈനസ് F1² എന്ന് പറഞ്ഞാൽ? A² മൈനസ് B². A² മൈനസ് B² എന്ന് പറഞ്ഞാൽ F1 പ്ലസ് F2 ഇൻറ്റു F1 മൈനസ് F2 എന്ന് വേണമെങ്കിൽ ഇതിനെ മാത്തമാറ്റിക്കൽ എഴുതാം. ഇതിനെ മനസ്സിലായോ? A² മൈനസ് B². A² മൈനസ് B². അപ്പോ എന്താ കിട്ടിയിരിക്കുന്നത്? ഒരു മിനിറ്റ്. A² മൈനസ് B² ആണല്ലോ. അപ്പോ F2 പ്ലസ് F1 ഇൻറ്റു F2 മൈനസ് F1. F2 ആണ് A. റെഡി? ദാറ്റ് ഈസ് ഈക്വൽ ടു 64 × 3 എന്ന് കിട്ടും. ഇതിൽ ഈ F1 പ്ലസ് F2 ആണ് ക്വസ്റ്റ്യനിൽ 16 തന്നിരിക്കുന്നത്. ഓ ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇത് 16. F2 മൈനസ് F1 അറിയില്ല. മറ്റേത് 64 × 3. ഒന്ന് വെട്ടിക്കേ. 16 64 വെട്ടാലോ? 32 4 ഉണ്ടാവും. 4 3 12 കിട്ടും അപ്പുറത്തെ സൈഡിൽ. അപ്പൊ ആൻസർ ആയല്ലോ. F2 F1 കുറച്ചാ 12, F1 F2 കൂട്ടിയ 16. കൂട്ടിയ 16 കിട്ടുന്ന, കുറച്ചാൽ 12 കിട്ടുന്ന ഓപ്ഷൻസ് ഏതാന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻ 11 5 പോയാൽ 12 അല്ല. അപ്പോൾ ഓപ്ഷൻ കണ്ടാലറിയാം. ഓപ്ഷൻ 14 12 4 ആണ്. ഓപ്ഷൻ ഡി ആണ് വരിക. കാരണം 12 4 കൂട്ടിയാൽ 16 കിട്ടും. 12 4 കുറച്ച 8 അല്ലേ കിട്ടുക? അയ്യോ ഒരു മിനിറ്റ്. അപ്പോൾ ഇതായിരിക്കും ആൻസർ പറഞ്ഞത്. മാറിപ്പോയി. ഓപ്ഷൻ ഇ ആയിരിക്കും വരിക. 2ഉം 14ഉം. എന്താ കാരണം? 14ഉം 2 ആഡ് ചെയ്താൽ 16, 14 2 കുറച്ചാൽ 12.
അപ്പൊ ഞാനിവിടെ ഈ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ ഒക്കെ എഴുതിയത് വെറുതെയാണ്. ഞാനിത് കാണാൻ വേണ്ടി ചെയ്യുന്നല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ആദ്യം അങ്ങനെ തോന്നിയത്. അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. കാരണം തീറ്റ തന്നിട്ടില്ല. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റയിലെ തീറ്റ തന്നിട്ടില്ല. തീറ്റ തരാത്തതുകൊണ്ട് എനിക്ക് അതിനോട് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ അതങ്ങ് ഒഴിവാക്കി. എന്നിട്ട് ഞാനിവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. ക്വസ്റ്റ്യനിൽ തന്ന സാധനം എടുത്തു. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തപ്പോൾ റൂട്ട് തുറന്നു കിട്ടി. എന്താ റൂട്ട്? f2 സ്ക്വയറിന് f1 സ്ക്വയർ കുറക്കുന്നതാണ് 8√3 സ്ക്വയർ. അപ്പൊ f2 സ്ക്വയർ മൈനസ് f1 സ്ക്വയർ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പോലെ. അപ്പൊ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി നേരെ കൊടുത്ത്. അടിപൊളി ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. 2 vectors a and b each magnitude of 2 are inclined at 60. എന്താ പറഞ്ഞത്? ഇത് എ, ഇത് ബി. ഇവർ 60 ഡിഗ്രിയിലാണ് ഉള്ളത്. ഇത് എ, ഇത് ബി. റിസൾട്ടന്റ് ആണ് എ പ്ലസ് ബി. ഇയാളാണ് എ പ്ലസ് ബി വരിക. എ പ്ലസ് ബി. എന്നിട്ട് എ പ്ലസ് ബിയും ബിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഏതാണെന്നാ ചോദിച്ചത്. ദിസ് ആംഗിൾ. നമ്മളൊരു പേര് വിളിക്കാറുണ്ട്, ബീറ്റ. ഇതാണ് നമ്മൾ വിളിച്ച ആൽഫ. അപ്പൊ ബീറ്റ കളനൊക്കെ ചോദ്യം വരൂല്ലേ? ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ കോസ് തീറ്റ. ഇത് തിയറി ക്ലാസ് പഠിക്കേണ്ടതാ. ഞാനിപ്പോ അത് സംസാരിക്കുന്നില്ല. നമ്മുടെ സീരീസ് അതിന് വേണ്ടിയില്ല അല്ലല്ലോ. ആരാ എ സൈൻ തീറ്റ? എ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളെ മാഗ്നിറ്റ്യൂഡ് 2. സൈൻ തീറ്റ പറഞ്ഞാൽ സൈൻ 60. അവർക്കിടയിലുള്ള ആംഗിൾ തീറ്റയാണ്. ബി ആരാ? 2n. എ ആരാ? 2n. കോസ് തീറ്റ 60 ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടും. 2 ഇൻറ്റു സൈൻ 60 ആരാ മക്കളെ? സൈൻ 60√3/2. താഴെ എന്തൊക്കെയാ ഉള്ളത്? 2 പ്ലസ് 2 ഇൻറ്റു കോസ് 60 1/2. 2 വെട്ടിപ്പോയി. അപ്പൊ ആൻസർ 2 വെട്ടിപ്പോയി. ആൻസർ √3 കിട്ടും. താഴെ 2 പ്ലസ് 1 3 കിട്ടും. √3യും 3യും വന്നാല് 3 എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു √3 ആ. √3 ഇൻറ്റു √3 ആ. അപ്പൊ √3 വെട്ടിപ്പോവും. 1/√3 ആണ്. ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു 1/√3 കിട്ടി. ആർക്കാണ് 1/√3? ടാൻ 60 ആണോ ടാൻ 30 ആണോ? ടാൻ 60 ആയിരിക്കും. കാരണം സൈൻ 60 കോസ് 60 ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെയ്തു തരുന്നത് കേട്ടോ. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയണം. സൈൻ 60 ആരാ? സൈൻ 60 √3/2 ഡിവൈഡഡ് ബൈ കോസ് 60 ആരാ? 1/2. അയ്യോ, അപ്പോൾ ആൻസർ √3 കിട്ടിയത്. അപ്പോൾ ടാൻ 60 അല്ല, ടാൻ 30 ആയിരിക്കും. സൈൻ 30 കോസ് 30 അല്ലേ? ആരാ സൈൻ 30? 1/2. ആരാ കോസ് 30? √3/2. അപ്പൊ ആൻസർ 1/√3 കിട്ടും. യെസ്. അപ്പൊ 30 വരുമ്പോഴാണ് ബീറ്റക്ക് 1/√3 ആൻസർ കിട്ടുക. അപ്പൊ ബീറ്റ 30 ആണ്. കാരണം ടാൻ 30 ആണ് 1/√3. നല്ല രസമുള്ള ചോദ്യം. കാരണം ഇതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യുക, ഇതൊക്കെ എന്തിനാ പഠിച്ചു വെച്ചത്, നമുക്ക് അതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ആണ് ഇപ്പൊ തീർത്തത്. ക്ലിയർ അല്ലേ? ദ റിസൾട്ടന്റ് ഓഫ് 2 vectors a and b of magnitude p, if b is reversed, then resultant of magnitude q, what is the value of p square plus q square എന്നാണ് ചോദിക്കുന്നത്. അടുത്തൊരു ചോദ്യം അല്ലേ? ഓക്കെ അല്ലേ നിങ്ങള്? 2 വെക്ടർ ഉണ്ട്, എയും ബിയും. മാഗ്നിറ്റ്യൂഡ് എന്താ? രണ്ടാളുടെ മാഗ്നിറ്റ്യൂഡ് പി ആണ് അല്ലേ? റിസൾട്ടന്റ് ഓഫ് 2 vectors a and b of magnitude p. ആ സെന്റൻസ് പ്രശ്നമുണ്ടല്ലോ. റിസൾട്ടന്റ് ഓഫ് 2 vectors a and b is of magnitude p. If b is reversed, then the resultant is of magnitude q. What is the value of p square plus q square? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ ഒരു മെഡിക്കൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം പി ആയിരുന്നു അല്ലെ? അപ്പൊ പി സ്ക്വയർ എന്ന് പറയുന്നത് ആരാ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. പിന്നെ ബി റിവേഴ്സ് ചെയ്തു, വേറെ വെക്ടറായി. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ക്യൂ ആയി എന്നാ പറഞ്ഞത്. റിസൾട്ടന്റ് ആദ്യത്തിൽ പി ആയിരുന്നു, പിന്നെ അത് ക്യൂ ആയി. റിസൾട്ടന്റ് ഈസ് ഓഫ് മാഗ്നിറ്റ്യൂഡ്, അവിടെയാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നത്. അപ്പൊ റിസൾട്ടന്റ് ക്യൂ ആയി, നേരത്തെ പി ആയിരുന്നു. അപ്പൊ ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ കിട്ടും അല്ലെ? എന്താ? ഒരാളെ റിവേഴ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ സബ്ട്രാക്ഷൻ ആണ്. പിന്നെ എന്താ സംഭവം നോക്കി, ഇത് എ, ഇതാരാ? ബി. എയും ബിയും ആഡ് ചെയ്തു, അപ്പൊ റിസൾട്ടന്റ് പി. ഇനി എയും മൈനസ് ബിയും ആഡ് ചെയ്തു, അതിനാണ് നമ്മൾ എ മൈനസ് ബി എന്ന് പറയുന്നത്. സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷന്റെ ഇക്വേഷൻ ആണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ.
എന്താ അവർക്ക് അറിയേണ്ടത്? വാല്യൂസ് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഒന്നുമില്ല, ഈ രണ്ട് ഇക്വേഷനും കൂട്ടിയാൽ മതി. ഫസ്റ്റത്തെ ഇക്വേഷനിൽ പി സ്ക്വയർ, രണ്ടാമത്തെ ഇക്വേഷനിൽ ക്യൂ സ്ക്വയർ. 2ab cos തീറ്റയും 2ab cos തീറ്റയും വെട്ടിപ്പോവും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ രണ്ടെണ്ണം, അപ്പൊ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നല്ല ചോദ്യമാണ്. ഐ മീൻ പെട്ടെന്ന് കൺഫ്യൂഷൻ അടിക്കും. എയും ബിയും രണ്ട് വെക്ടറാണ്, അവർ രണ്ടുപേരും കൂട്ടിയപ്പോൾ റിസൾട്ടന്റ് പി കിട്ടി. എന്നിട്ട് ബിനെ തിരിച്ചിട്ട് റിസൾട്ടന്റ് എടുത്തപ്പോൾ ക്യൂ കിട്ടി. അപ്പൊ സബ്ട്രാക്ഷന്റെ റിസൾട്ടന്റ് ആ ക്യൂ, അഡിഷന്റെ റിസൾട്ടന്റ് പി സ്ക്വയർ, സബ്ട്രാക്ഷന്റെ റിസൾട്ടന്റ് ക്യൂ സ്ക്വയർ. അപ്പൊ പി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ, ക്യൂ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos തീറ്റ. രണ്ടും ചെയ്ത് നമ്മൾ 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടുന്നു. അതാണ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. അതാണ് ചോദ്യം. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്തത്. കൊള്ളാലോ. ദ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് പി ആൻഡ് ക്യൂ ഈസ് ആർ. ഓ, ഇതൊരു ഇന്റർനാഷണൽ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കുക. സോറി, ഇതല്ല, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണേ. കാരണം എന്താ, നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നോനോ, ഇത് ഞാൻ ചെയ്തതാണ്, ഇത് ഹോംവർക്ക് ആക്കണ്ട. ഇത് കുറച്ച് നല്ല അടിപൊളി ചോദ്യമാണ്. ഞാൻ പിന്നെയും എനിക്കിത് മാറിപ്പോയി, സോറി. രണ്ട് വെക്ടറിന്റെ പിയും ക്യൂവും, റിസൾട്ടന്റ് ആറാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യൂ ഈസ് ഡബിൾഡ്. ഒന്നുമില്ല, പി ഉണ്ടായിരുന്നു, ക്യൂ ഉണ്ടായിരുന്നു, റിസൾട്ടന്റ് 6 ഉണ്ടായിരുന്നു എന്ന് ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞു. പിന്നെ ഇവർ പറയാണ് ക്യൂവിന്റെ റിസൾട്ട്, ക്യൂ ഡബിൾ ആക്കി. ഓ, ഇയാളെ ഡബിൾ ആക്കി. പുതിയ റിസൾട്ടന്റ് പിക്ക് പെർപെൻഡിക്കുലർ ആണ് എന്ന്. ഓ, അപ്പം എങ്ങനെയായിരിക്കും ഇത് ആക്ട് ചെയ്തിട്ടുണ്ടാവുക? ഇത് നമ്മുടെ പി ആണ്, ഇങ്ങനെ ആയിരിക്കും ക്യൂ ഉണ്ടാവുക. ക്യൂ അല്ല, 2q. അപ്പൊ ഞാൻ ആദ്യം വരച്ച ഫിഗറും തെറ്റാ. കാരണം എന്താ, പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് റിസൾട്ടന്റ് ഉണ്ടാവണമെങ്കിൽ പി ഇങ്ങനെ ആവണമെങ്കിൽ ക്യൂ ഇങ്ങനെ ആയേ പറ്റൂ. ക്യൂ അല്ലാതെ അങ്ങോട്ട് വരാൻ പറ്റില്ല. ഏത് ക്യൂ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇത് ക്യൂ ആണെങ്കിൽ റിസൾട്ടന്റ് ഇവിടെ അല്ലേ വരുള്ളൂ. അപ്പൊ ക്യൂ ഇങ്ങനെ ഇങ്ങോട്ട് മലന്നിട്ടായിരിക്കും ഉണ്ടാവുക, എന്നാലേ റിസൾട്ടന്റ് ഇവിടെ വരാൻ പറ്റൂ. പക്ഷെ ഫസ്റ്റത്തെ കേസിൽ റിസൾട്ടന്റ് അവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. ഫസ്റ്റത്തെ കേസിൽ ജസ്റ്റ് റിസൾട്ടന്റ് ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആർ. രണ്ടാമത്തെ കേസിൽ R1 പിക്ക് പെർപെൻഡിക്കുലർ. ദിസ് ഈസ് R1. എപ്പോഴാണ് R1 വന്നത്? ക്യൂ ഡബിൾ ആക്കി 2q ആക്കിയപ്പോഴാണ് R1 വന്നത്. റെഡി അല്ലേ? അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ, രണ്ട് വെക്ടർ പിയും ക്യൂവും, റിസൾട്ടന്റ് 6. ക്യൂവിനെ ഡബിൾ ആക്കി, ഇത്ര ഉണ്ടായിരുന്ന ക്യൂ ഡബിൾ ആക്കി, അപ്പോ റിസൾട്ടന്റ് R1 വന്നു. ഓക്കെ, റിസൾട്ടന്റ് R1 വന്നു. എന്താണ് ചോദ്യം? ചോദ്യത്തിന് മുമ്പ് ഈ ഫിഗർ ഒന്ന് പൂർത്തിയാക്കാം. പാരലോഗ്രാം ഒന്നങ്ങ് റെഡി ആക്കി വെച്ച് സെറ്റ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ എന്നാണ് ചോദിക്കുന്നത്. ഓ, ആദ്യത്തെ ആറില്ലേ, ഫസ്റ്റത്തെ റിസൾട്ടന്റ് R1 അല്ല, അത് ക്യൂ ഡബിൾ ആക്കിയപ്പോൾ റിസൾട്ടന്റാ. നേരത്തെ റിസൾട്ടന്റ് ഇല്ലേ 6, അയാളുടെ വാല്യൂ എത്രയെന്നാണ് ചോദ്യം. നല്ല ചോദ്യം അല്ലേ? ഇവിടെ പലതരത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ ആദ്യം ഒരു മെത്തേഡ് കാണിക്കാം, പിന്നെ ഒരു മെത്തേഡ് കാണിക്കാം. രണ്ട് മെത്തേഡും കേൾക്കാൻ റെഡി അല്ലേ നിങ്ങൾ? രണ്ട് മെത്തേഡ് എന്തിനാ, ഒരു മെത്തേഡ് പോലെ അങ്ങനെ വിചാരിക്കരുത്. ഫിസിക്സ് എപ്പോഴും പല ഐഡിയയിലൂടെ ചിന്തിച്ച് മനസ്സിലാക്കണം. ചില ക്വസ്റ്റ്യൻസിൽ രണ്ടാമത്തെ മെത്തേഡ് ആയിരിക്കും ചിലപ്പോൾ വർക്ക് ആവുക. അപ്പൊ രണ്ടും പഠിച്ചു വെച്ചാൽ അടിപൊളിയാണ്. എല്ലാ ചോദ്യത്തിലും എല്ലാ മെത്തേഡും ഈസി ആവണമെന്നില്ല. ഈ ക്വസ്റ്റ്യനിൽ രണ്ടും ഓക്കെ ആണ്. ഞാൻ ഫസ്റ്റ് ആറിന്റെ ഇക്വേഷൻ ചെയ്തിട്ടെ. എന്താ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ്? ആറിന്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. മനസ്സിലായി? ഇനി R1ന്റെ ഇക്വേഷൻ എന്താ? R1 is equal to root of p സ്ക്വയർ. ഓക്കെ, 2qന്റെ സ്ക്വയർ 4q സ്ക്വയർ ആ. q ഡബിൾ ആയി 2q ആയി, 2qന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു p ഇൻറ്റു 2q ഇൻറ്റു കോസ് തീറ്റ. കൊള്ളാലോ. പി സ്ക്വയർ പ്ലസ് 4q സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഇതാണ് R1 കിട്ടിയിരിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ട്. കാരണം ഇത് 2q ആണെങ്കിൽ ഇതും 2q ആ, പാരലോഗ്രാം. അപ്പൊ അത് 2q ആവുമ്പോൾ നമുക്കവിടെ പൈതഗോറസ് തിയറം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. എന്താ ഇവിടെ ഈ ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ കിട്ടുക? R1 സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ഈക്വൽ ടു 2qന്റെ സ്ക്വയർ 4q സ്ക്വയർ. ആറിന്റെ സ്ക്വയറും പിന്റെ സ്ക്വയറും കൂട്ടിയാൽ 2qന്റെ സ്ക്വയർ കിട്ടും. ഇവിടെ ഒന്നും വെക്ടർ വേണ്ട, ട്രിഗ്നോമെട്രിയും പൈതഗോറസും ഒക്കെ ലെങ്ത് വെച്ചാണല്ലോ കളിക്കുന്നത്. ഇപ്പൊ ലെങ്ത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണല്ലോ. അങ്ങനെ എനിക്ക് R1 സ്ക്വയറിന് ഒരു ഇക്വേഷൻ കിട്ടും, 4q സ്ക്വയർ മൈനസ് പി സ്ക്വയർ. കൊള്ളായോ? അപ്പൊ ഇപ്പൊ R1 സ്ക്വയറിന് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. R1 സ്ക്വയറിന് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാ? ഒരു ഇക്വേഷൻ ഇതാ ഇവിടെ ഞാൻ ഇപ്പൊ എഴുതിയ ഈ ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. മറ്റൊരു ഇക്വേഷൻ ഇതാ ഇവിടെ, ഇതാ R1 is equal to root of p സ്ക്വയർ പ്ലസ് 4q സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഒന്ന് വൃത്തിയാക്കണം.
കാരണം എൻ്റെ R1 സ്ക്വയർ അല്ലേ ഉള്ളത്. അപ്പൊ അതും ഒന്ന് സ്ക്വയർ എടുക്കണം. ആ ഫസ്റ്റത്തെ R1ന്റെ റൂട്ടിൽ ലൊക്കേഷൻ അല്ലേ, അതൊന്ന് സ്ക്വയർ എടുത്ത് നോക്കിയേ. അതൊന്ന് സ്ക്വയർ എടുത്ത് എന്താ കിട്ടുക? ഒരു സ്ഥലം ഉണ്ടാക്കുക കുറച്ച്. സ്ക്വയർ എടുത്ത് എന്താ കിട്ടുക? R1 സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് 4q സ്ക്വയർ പ്ലസ് 2 × 2 4 4pq cos തീറ്റ. ഇക്വേഷൻ നമ്പർ 1 എടുക്കതിന്. ഫ്രം 1 and 2 നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. 1 ഉം 2 ഉം ലെഫ്റ്റ് സൈഡിൽ സെയിം അല്ലേ, R1 സ്ക്വയർ. അപ്പോൾ 1 ഉം 2 ഉം ലെഫ്റ്റ് സൈഡിൽ സെയിം ആണെങ്കിൽ 4q സ്ക്വയർ മൈനസ് പി സ്ക്വയർ ആണ് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്. ഇക്വേഷൻ 1ന്റെ റൈറ്റ് സൈഡ് ആരാ? പി സ്ക്വയർ പ്ലസ് 4q സ്ക്വയർ പ്ലസ് 4pq കോസ് തീറ്റ. 4q സ്ക്വയറും 4q സ്ക്വയർ അപ്പുറം ഇപ്പുറം വെട്ടിപ്പോയി. മൈനസ് പി സ്ക്വയർ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? പ്ലസ് പി സ്ക്വയർ ആവും. അപ്പൊ മൈനസ് പി സ്ക്വയറും പി സ്ക്വയറും കൂടി 2p സ്ക്വയർ വരും. പിന്നെ അവിടെ ഉള്ളത് ഒരു 4pq കോസ് തീറ്റയാണ്. ഈ രണ്ട് ഇക്വേഷനിലും ഇത് 0, ഇത് 2p സ്ക്വയർ, ഇത് 4pq കോസ് തീറ്റ. എല്ലാവരെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. എല്ലാവരും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുക? 0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 തന്നെ. 2p സ്ക്വയറിനെ ചെയ്താൽ പി സ്ക്വയർ. 4pq കോസ് തീറ്റനെ ചെയ്താലോ 2pq കോസ് തീറ്റ കിട്ടും. അപ്പൊ 0 ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ എന്ന് മനസ്സിലായി. ഇപ്പൊ രണ്ടാമത് തന്ന ഐഡിയകളിൽ നിന്ന് എന്താ രണ്ടാമത് തന്ന ഐഡിയ? ക്യൂനെ ഡബിൾ ആക്കി 2q ആക്കി, അപ്പോൾ റിസൾട്ടന്റ് പിക്ക് പെർപെൻഡിക്കുലർ ആയി എന്നൊക്കെ പറഞ്ഞ ആ ഫിഗറിൽ നിന്നാണ് ഞാൻ ഇത്രയും ചെയ്തെടുത്തത്. മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം? നമ്മളോട് 6 കാണാനല്ലേ ചോദിച്ചത്. അതെ, എന്താ 6ന്റെ ഇക്വേഷൻ? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഇതേ പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ ആണ് എനിക്ക് ഇവിടെ 0 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് വേണ്ടത് എന്താ? 6 ആണ്. അപ്പൊ 6 ആരാ? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ 0 ആണ്. ബാക്കി അവിടെ ഉള്ളത് ക്യൂ സ്ക്വയർ മാത്രം. അപ്പൊ റൂട്ട് ക്യൂ സ്ക്വയർ ക്യൂ. ഓപ്ഷൻ ബി. എന്താ ചോദ്യം? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. അപ്പൊ 6 റൂട്ട് ക്യൂ സ്ക്വയർ. അപ്പൊ ആൻസർ ക്യൂ. കാരണം ഞാൻ ഇവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ 0 ആണെന്ന്. കാരണം ഈ 6ന്റെ ഇക്വേഷനിൽ അവരൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ 0 ആണ്. എങ്കിൽ ക്യൂ സ്ക്വയർ എന്താ? റൂട്ട് ക്യൂ സ്ക്വയർ ആണ് ആൻസർ. അതാണ് റിസൾട്ടന്റ്, ഫസ്റ്റത്തെ റിസൾട്ടന്റ്. അപ്പൊ രണ്ടാമത്തെ റിസൾട്ടന്റിനെ കുറിച്ച് തന്ന ഡാറ്റ ഉപയോഗിച്ച് കണ്ടുപിടിച്ച ഒരു കാര്യം ഫസ്റ്റത്തെ റിസൾട്ടന്റിന്റെ ഇക്വേഷനിൽ കൊണ്ടു കൊടുത്തിട്ടാണ് ഞാൻ ഈ ചോദ്യം ചെയ്യുന്നത്. എന്താ ചോദ്യം? അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഭയങ്കര രസമായിട്ട് ചെയ്തു. ഞാൻ പറയട്ടെ, വേറൊരു മെത്തേഡില് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതെന്താണെന്നറിയോ? ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഞാൻ കണ്ടെടുക്കുകയാണ്. അതായത് ഈ സ്റ്റെപ്പ് ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്യാണ്. ചെയ്തോ? പി ഉണ്ട്, ക്യൂ ഉണ്ട്, അവർ നമ്മൾ റിസൾട്ടന്റ് 6. രണ്ടാമത്തെ ഫിഗറും ഞാൻ കോപ്പി ചെയ്യാണ്. ഇതാ ഈ ഫിഗർ. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം? എന്താ? ക്യൂനെ ഡബിൾ ആക്കി, അപ്പൊ പിക്ക് പെർപെൻഡിക്കുലർ ആണ് പുതിയ റിസൾട്ടന്റ് R1. അപ്പൊ ഞാൻ പാരലോഗ്രാം വരച്ച അവിടെ അല്ലേ? ഞാനവിടെ പാരലോഗ്രാം വരച്ച്. ഇതെന്താ വരാത്ത? ചിലത് ഇങ്ങോട്ട് കോപ്പി കിട്ടുന്നില്ലല്ലോ അല്ലെ? പേസ്റ്റ് കിട്ടി. ഇതാ നോക്ക്, ഫിഗറൊക്കെ ഞാൻ ഇങ്ങോട്ട് കോപ്പി എടുത്ത്. യെസ്. പക്ഷെ ഞാൻ വേറൊരു കാര്യം ആലോചിക്കുവാണ്. എന്താ? ഒരു വെക്ടറും അയാളെ റിസൾട്ടന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് അത് പെർപെൻഡിക്കുലർ ആണെന്ന് തന്നതുകൊണ്ട് 90 ആണെന്ന് നമുക്കറിയാം. ഇത് ആൽഫയാണ്. ഇത് എയും ഇത് ബിയും ആണെങ്കിൽ റിസൾട്ടന്റ് എനോട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു അല്ലെ? ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തിയറിയിൽ അത് പഠിക്കണം. ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരാ ഇവിടുത്തെ ബി? 2q സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ ആരാ? പി പ്ലസ് 2q കോസ് തീറ്റ എന്ന് കിട്ടും. ഇതാണ് ടാൻ 90. എടാ മക്കളെ, ടാൻ 90 എന്താ? നോട്ട് ഡിഫൈൻഡ്. അതായത് ടാൻ 90 നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാ? ടാൻ 90 എന്ന് പറഞ്ഞാല് എപ്പോഴാണ് നോട്ട് ഡിഫൈൻഡ് വരിക? സംതിങ് ബൈ 0 ആണ് നോട്ട് ഡിഫൈൻഡ് വരിക. അപ്പൊ സംതിങ് ബൈ 0 ആണ് നോട്ട് ഡിഫൈൻഡ് വരിക. അപ്പൊ ടാൻ 90 നോട്ട് ഡിഫൈൻഡ് ആവണമെങ്കിൽ പി പ്ലസ് 2q കോസ് തീറ്റ 0 ആവണം. അതായത് ഇതിന്റെ ഡിനോമിനേറ്റർ 0 ആയാലാണ് ഇത് നോട്ട് ഡിഫൈൻഡ് ആവുക. ഒരു സംഖ്യ മാത്സിൽ സംതിങ് ബൈ 0 വരുമ്പോഴാണ് നോട്ട് ഡിഫൈൻഡ് ആവുക.
അപ്പൊ പി പ്ലസ് 2q കോസ് തീറ്റ 0 ആയേ പറ്റൂ. പി പ്ലസ് 2q കോസ് തീറ്റ 0 ആയേ പറ്റൂ. കൊള്ളാലോ. പി പ്ലസ് 2q കോസ് തീറ്റ 0 ആയാൽ എന്താ ഗുണം? ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ ആണല്ലോ. ഈ ആറാണല്ലോ എനിക്ക് കാണേണ്ടത്. അപ്പം എനിക്കിവിടെ വേണ്ട സാധനങ്ങളിൽ പി 2q കോസ് തീറ്റ ഉണ്ട്. ഞാൻ ഇപ്പുറം അപ്പുറം പി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ ഈക്വൽ ടു 0. ഏയ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ ഈക്വൽ ടു 0. ഇതെന്ത് രസാലേ? പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ ഈക്വൽ ടു 0. അപ്പൊ പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ 0 കിട്ടിയാൽ റൂട്ട് ക്യൂ സ്ക്വയർ, ആൻസർ ക്യൂ തന്നെ. എങ്ങനെയുണ്ട്? അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പൈതഗോറസ് തിയറം ഒക്കെ അപ്ലൈ ചെയ്ത് ഈ രണ്ട് ഇക്വേഷൻ ക്ലബ് ചെയ്തില്ലേ? അങ്ങനെ അല്ലാണ്ട് നേരെ ടാൻ ആൽഫിന്റെ ഇക്വേഷനിൽ കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. വെക്ടറിന്റെ പാട്ടിൽ നിന്ന് നമ്മൾ മനോഹരമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഈ ടാൻ ആൽഫ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്യാം. ടാൻ ആൽഫ കണ്ടപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ ഓർമ്മ വന്നു. ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം നമുക്ക്. റെഡി? വെക്ടർ എ ആൻഡ് ബി ഇൻക്ലൂഡ് ആൻ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദം. ഒരു വെക്ടർ എ ഉണ്ട്, ഒരു വെക്ടർ ബി ഉണ്ട്, ഇവർക്കിടയിലുള്ള ആംഗിൾ തീറ്റ ആണ്. ക്വസ്റ്റ്യനിൽ അങ്ങനെ പറയാണ്. ഓക്കെ, എന്നിട്ട് ബാക്കി ഇഫ് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി റെസ്പെക്റ്റീവ്ലി സബ്സ്റ്റന്റ് ആംഗിൾസ് ആൽഫ ആൻഡ് ബീറ്റ വിത്ത് എ. അതായത് എ പ്ലസ് ബി ഉണ്ട്, എ മൈനസ് ബി ഉണ്ട്. എന്താ എ പ്ലസ് ബി പറഞ്ഞാൽ എയും ബിയും കൂട്ടുന്നത്? എന്താ എ മൈനസ് ബി? എയും മൈനസ് ബിയും കൂട്ടുന്നത്, അഥവാ സബ്ട്രാക്ഷൻ. എ പ്ലസ് ബി എയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയാണ്, എ മൈനസ് ബി എയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റയാണ്. നമ്മൾ സാധാരണ പറയുന്ന ആൽഫയും ബീറ്റ അല്ലത്. ആൽഫ ഓക്കെ, ആൽഫ ഓക്കെ, കാരണം ഇത് എ പ്ലസ് ബി, വെക്ടർ എ പ്ലസ് വെക്ടർ ബി. നമ്മൾ സാധാരണ പറയൽ ഇത് ആൽഫ, ഇത് ബീറ്റ, അങ്ങനെയാണ്. പക്ഷെ ഇവർ പറയാണ് ഇത് ആൽഫ, അതൊക്കെയാണ് എ പ്ലസ് ബിയും എയും തമ്മിലുള്ള ആംഗിള്. പക്ഷെ ബീറ്റ ഇതല്ല, ഇതല്ല ബീറ്റ. ബിയും എ പ്ലസ് ബിയും തമ്മിലുള്ള ആംഗിൾ അല്ല ബീറ്റ. ഈ ക്വസ്റ്റ്യനിൽ ഇവർ പറയാ ബീനെ റിവേഴ്സ് ചെയ്ത് അഥവാ മൈനസ് ബിനോട് എനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണല്ലോ എ മൈനസ് ബി. ഇതാണ് നമ്മുടെ എ മൈനസ് ബി, വെക്ടർ എ മൈനസ് വെക്ടർ ബി. ആ വെക്ടർ എ മൈനസ് വെക്ടർ ബി എനോട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ബീറ്റ എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈനെ ആൽഫ എന്നാണ് വിളിച്ചിരുന്നത്. നമുക്ക് എ പ്ലസ് ബിക്ക് ഒരു ആൽഫ ഉണ്ടായിരുന്നു, എ മൈനസ് ബിക്ക് ഒരു ആൽഫ ഉണ്ടായിരുന്നു. ഇവിടെ അവർ എ മൈനസ് ബിന്റെ ആൽഫക്ക് പകരം ബീറ്റ എന്ന് തരുവാണ്. എന്താ ടാൻ ആൽഫിന്റെ ഇക്വേഷൻ അഡിഷന്റെ കാര്യത്തിൽ? അത് സിമ്പിൾ, ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. അതുപോലെ സബ്ട്രാക്ഷൻ ഒരു ടാൻ ആൽഫിന്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതെന്താ? ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി കോസ് തീറ്റ. ഈ ഇക്വേഷൻസ് ഇങ്ങനെ മണി പോലെ വരണം. ഇതില് ഈ രണ്ടാമത് പറഞ്ഞ ടാൻ ആൽഫ ആരാ? സബ്ട്രാക്ഷനിലെ റിസൾട്ടന്റും എയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാ. അതിനെയാണ് ഇവർ ക്വസ്റ്റ്യനിൽ, ഈ ആൽഫനെയാണ് ഇവർ ക്വസ്റ്റ്യനിൽ ബീറ്റ എന്ന് തന്നിരിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ സാധാരണ ബീറ്റ അല്ലത്. സാധാരണ ബീറ്റ ആണെങ്കിൽ ഇതാണ് ആ ബീറ്റ വരിക. അപ്പൊ ടാൻ ബീറ്റക്ക് വേറെ ഇക്വേഷനാ, എ സൈൻ തീറ്റ ബൈ ബി പ്ലസ് എ കോസ് തീറ്റയാ. മനസ്സിലായോ? അപ്പൊ ആൽഫയും ബീറ്റയും തന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ സെയിം ആൽഫയും ബീറ്റ അല്ല. ആൽഫ ഓക്കെ, റിസൾട്ടന്റ് എയും തമ്മിലുള്ള ആംഗിള്, പക്ഷെ ബീറ്റ റിസൾട്ടന്റ് എയും തമ്മിലുള്ള ആംഗിൾ അല്ല. പിന്നെയോ ബീറ്റ റിസൾട്ടന്റ് സബ്ട്രാക്ഷന്റെ ആളും എയും തമ്മിലുള്ള ആംഗിളാ. അതായത് സബ്ട്രാക്ഷൻത്തെ ആൽഫയാണ് ഇവിടുത്തെ ബീറ്റ എന്ന് തന്നിരിക്കുന്നത്. ഓ എന്താ മൂളാത്തെ? വീട്ടിലിരുന്ന് മൂളോ, വീഡിയോ ഉണ്ടെന്ന് മൂളോ. റെഡി അല്ലേ? അപ്പൊ എനിക്ക് ടാൻ ആൽഫയും ടാൻ ബീറ്റയും കിട്ടി. ഇനി ഒന്നുമില്ല, ഇനി ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ കാണാൻ പറഞ്ഞു. ഇത് എഴുതലാണ് ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും വലിയ പണി. ബാക്കി കഴിഞ്ഞാൽ തീർന്ന്, ക്വസ്റ്റ്യൻ തീർന്ന്. എന്താ? ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റനോട് ബി സൈൻ തീറ്റ ബൈ എ മൈനസ് ബി കോസ് തീറ്റ ആഡ് ചെയ്യണം. അതൊരു പണി തന്നെ ആയിരിക്കും, കാരണം എ പ്ലസ് ബിന്റെ എ മൈനസ് ബി ആണ് ഡിനോമിനേറ്റർ. ആരാ? എ പ്ലസ് ബി. ദാ എ പ്ലസ് ബി, ദാ എ മൈനസ് ബി. ഇവിടുത്തെ ബി ആരാ? ബി കോസ് തീറ്റ. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി, ബി സ്ക്വയർ. ബി സ്ക്വയർ ആരാ? ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, കാരണം ബിന്റെ സ്ഥാനത്ത് ബി കോസ് തീറ്റയാണ്. മുകളിൽ എന്താ ഉള്ളത്? അയ്യോ ഒരു മിനിറ്റ്, മുകളിൽ എന്താ ഉള്ളത്? ഇതിപ്പോ ഞാൻ ചെയ്തത് എന്താ? ഡിനോമിനേറ്റർ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചെയ്യേണ്ടത്? ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത് ബൈ ഇത് ഇൻറ്റു ഇത്. ആ ബൈ ഇത് ഇൻറ്റു ഇതാണ് ഇപ്പൊ ചെയ്തത്. ഇനി മേലെ ഒന്ന് പറ, ബി സൈൻ തീറ്റ ഇൻറ്റു എ മൈനസ് ബി കോസ് തീറ്റ. അതെന്താ? ബി സൈൻ തീറ്റ ഇൻറ്റു എ മൈനസ് ബി കോസ് തീറ്റ എന്താ?
എ ബി സൈൻ തീറ്റ വരും. പിന്നെ ബി സൈൻ തീറ്റ അതിന്റെ ബി കോസ് തീറ്റ മൈനസ് ബി സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ വരും പ്ലസ് ഇപ്പൊ ഇതായി. ഇനി ഇത് എ ഇൻറ്റു ബി സൈൻ തീറ്റ ഒന്നുകൂടി വരും. എ ബി സൈൻ തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ ഇൻറ്റു ബി കോസ് തീറ്റ. അപ്പൊ ബി സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ വരും. കാണില്ലേ? ബി സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ വരും. അപ്പൊ ഇതാണ് ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ കുറച്ച് വലുതാണ് അല്ലേ? ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നോക്കിക്കേ. ബി സൈൻ തീറ്റ ഇൻറ്റു എ മൈനസ് ബി കോസ് തീറ്റ, അതാണ് എ ബി സൈൻ തീറ്റ മൈനസ് ബി സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ. ബി സൈൻ തീറ്റ ഇൻറ്റു എ പ്ലസ് ബി കോസ് തീറ്റ ഇങ്ങോട്ട്, അതെന്താ ബി സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ. സോറി, ഇത് ഈ ടേം ആണ് ഇത്രയും. എന്താ എ ഇൻറ്റു ബി സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ഇൻറ്റു ബി സൈൻ തീറ്റ എന്താ ബി സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ. നോക്കൂ, ബി സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസും ഉണ്ട്, ബി സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ മൈനസും ഉണ്ട്. അപ്പൊ എ ബി സൈൻ തീറ്റ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ആൻസർ 2ab സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. 2ab സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓപ്ഷൻ ബി. കാരണം എ ബി സൈൻ തീറ്റ രണ്ടെണ്ണം ഉണ്ട്. ബി സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ ഒന്ന് പ്ലസ് ഒന്ന് മൈനസ്, അപ്പൊ വെട്ടിപ്പോയി. താഴെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഞാൻ എയും ബിയും ഒക്കെ സ്മോളും ക്യാപിറ്റലൊക്കെ മാറി മാറി എടുത്തിട്ടുണ്ട്, അത് നോക്കണ്ട. ഇത് സ്മോൾ എ എന്നാ ക്വസ്റ്റ്യൻ തന്നത്, ഇത് സ്മോൾ ബി എന്നാ ക്വസ്റ്റ്യൻ തന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻസ് ആണല്ലേ. വെക്ടേഴ്സിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ഒരുപാട് ബാക്കിയുണ്ട്. വീഡിയോ ഭയങ്കര ലെങ്ത് ആയാലും നിങ്ങൾ കാണൂല, പിന്നെ ബുദ്ധിമുട്ടായിരിക്കും അക്കാദമിക്സിന്റെ കൂടെ ഇത് കണ്ടുപോകാൻ. അപ്പം ഈ ഒരു ചാനലിൽ ഈ ഒരു സീരീസിൽ ബിയോണ്ട് ദ ലെക്ചർ എന്ന് പറഞ്ഞ സീരീസിൽ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ പ്ലസ് 1 പ്ലസ് 2 എൻറ്റയർ സിലബസിലെ എൻറ്റയർ ടോപ്പിക്സ് ഒന്ന് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് ആ ടോപ്പിക് നന്നായി മനസ്സിലാവാനും ബോർഡ് എക്സാമിൽ നല്ല മാർക്കിലേക്ക് പോകാനും എൻട്രൻസ് എക്സാമിൽ നല്ല അടിപൊളി ബേസ് ഉണ്ടാക്കാനും ഒക്കെ ഇത് സഹായിക്കും. ഇതിന്റെ അഡ്വാൻസ് ലെവൽ വീഡിയോസ്, ഇതൊരു ഫണ്ടമെന്റൽസ് ആണല്ലോ, ഇതിന്റെ അഡ്വാൻസ് ലെവൽ വീഡിയോസ് റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ടാവും. അതിലും കട്ടിയായിട്ടുള്ള കുറച്ചുകൂടി നന്നായി വർക്കൗട്ട് ചെയ്യേണ്ടുന്ന ചോദ്യങ്ങൾ, അഡ്വാൻസ് ലെവലുള്ള ചോദ്യങ്ങളൊക്കെ വേറൊരു സീരീസ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് തിയറിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യണം. അതിൽ 8, 9, 10th കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വേറെ സീരീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ പല 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 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ്. പ്ലസ് 1 പ്ലസ് 2 ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സീരീസിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന ഈ ഒരു നിലവാരം അപ്പ് ചെയ്യണം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എല്ലാവരും പറയുന്ന പോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. ആ രൂപത്തിൽ സംസാരിക്കുകയല്ല, നേരെ മറിച്ച് ഞാനിടുന്ന എഫേർട്ട് ആളുകളിലേക്ക് എത്തുകയും അതിന്റെ കമന്റും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് പിന്നെ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവുക. അപ്പൊ എൻറ്റയർ ഫിസിക്സിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇപ്പൊ ഈ ചാനൽ പൊസിഷൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. വെക്ടർ എന്ന് പറയുന്ന പാർട്ടിന്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ചെയ്തിരുന്നത്, ദിസ് ഇസ് പാർട്ട് 2. ഇനി പാർട്ട് 3 വരാനുണ്ട്. അതിൽ വേറെ കുറച്ച് ഓപ്പറേഷൻസ് ഓഫ് വെക്ടേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം. സോ താങ്ക് യു.